പർപ്പിൾ ഹോം മേക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എളുപ്പത്തിലൊരു ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബിരിയാണി റൈസ് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 കിലോ ചിക്കൻ, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതിൻ്റെ മസാലകളെല്ലാം പൊടികൾ, പിന്നെ മല്ലിയില, പുതിനയില, സവാള, തക്കാളി, പിന്നെ കുറച്ച് നെയ്യ്, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മസാലകൾ, ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം ഓരോന്നായിട്ട് ഇട്ടിട്ട് വേണം അരി വേവിച്ചെടുക്കാൻ. ഒരു ബേ ലീഫ്, ഒരു സ്റ്റാർ അനൈസ്, പിന്നെ 2-3 ചെറിയ ഏലക്ക, 2 കഷ്ണം സിനമൺ പട്ട, പിന്നെ കുറച്ച് സജീരകം നമ്മളൊരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീരകമാണ്. പിന്നെ പെരുംജീരകം കുറച്ച്, പിന്നെ 2-3 ക്ലോവ്സ്, പിന്നെ കുറച്ച് പെപ്പർ കോൺസ്, നമ്മുടെ കുരുമുളക്, 3-4 കുരുമുളക്, അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണം. നമ്മൾ ചോറ് വെന്ത് വരുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട്, 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അരി അതിനകത്തോട്ടിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഈ അരി 1.5 കപ്പാണ് എടുത്തേക്കുന്നത്. വലിയ റൈസാണ്, ബിരിയാണി റൈസ് എടുത്തേക്കുന്നത്. അത് ഞാനൊരു 20 മിനിറ്റ് നേരം സോക്ക് ചെയ്തതാണ്, അത് എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിനി അതൊന്ന് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഒത്തിരി ഫുള്ളായിട്ട് വെന്തെടുക്കണം, നമുക്കിത് ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഒരു പാതി വേവ് മതി. അത് നമുക്കൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് അത് വേറൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്യണം. ഞാൻ ഡയറക്റ്റ് കറിയായിട്ട് പോലെ വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്, മാരിനേറ്റ് ചെയ്തിട്ടാണ് കറിയിലോട്ട് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഗരം മസാല, ബിരിയാണി മസാല ഉണ്ടെങ്കിൽ, പൊടി ഉണ്ടെങ്കിൽ അതിടാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ഞാനൊരു ഏകദേശം ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് കുറച്ച് മല്ലിയില, പുതിനയില, 2 പച്ചമുളക്, അത് കീറാതെ ഇട്ടേക്കുന്നതാണ്, അതും കൂടി ഇട്ട് ഒരു 2 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തൊന്ന് കുറച്ച് നേരം ഒന്ന് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു സവാള നമുക്ക് അരിഞ്ഞ് ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ബിരിയാണിയിൽ ദം ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലപോലെ കരിയാതെ ഒന്ന് നമുക്കതൊന്ന് വറുത്ത് എടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓയിൽ വേണം നമുക്ക്, 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും. നെയ്യ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് 2 ടീസ്പൂൺ എടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിലുമാണ് എടുക്കുന്നത്. നമുക്ക് കറി ഉണ്ടാക്കാൻ നമ്മൾ ആവശ്യത്തിന് ഇടുന്നതനുസരിച്ചുള്ള ഓയിൽ ഉപയോഗിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബിരിയാണിയുടെ മസാലകൾ ഓരോന്നായിട്ട് നമുക്കിടാം. കുറച്ച് സജീരകം, കുറച്ച് പെരുംജീരകം, 2-3 കുരുമുളക്, പിന്നെ 1 പട്ട, പിന്നെ 2-3 ഏലക്ക. ഓൾറെഡി നമ്മൾ അരി വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചിക്കൻ വേവിക്കുകയും വേണം. 1 സ്റ്റാർ അനൈസ്. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഞാൻ 2 മീഡിയം സൈസ് സവാള എടുത്തേക്കുന്നത്, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് ഏകദേശം വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി, അത് ഞാൻ വലിയ തക്കാളി 1 എടുത്തേക്കുന്നത്, ചെറുതാണെങ്കിൽ 2 വേണം. അതും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് രണ്ടും നല്ലതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ഇടണം. ഓൾറെഡി നമ്മൾ മാരിനേഷനിൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം കൊറിയാണ്ടർ പൗഡർ,
പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ആ പൊടിയുടെ മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഗ്രേവിയിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കൊറിയാണ്ടറും പുതിന ഇല അതും കൂടെ ഇതിനകത്തോട്ട് ഇടാം കുറച്ച്. എന്നിട്ട് നമുക്കൊരു വിസിലല്ല 2 വിസിൽ, 2 വിസിൽ വേണ്ട, 1 വിസിൽ മതി. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ദം ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോകും. പിന്നെ കുറച്ചൊരു വെള്ളം അതിനകത്ത് ഇരുന്നാൽ കുഴപ്പമില്ല. നമ്മൾ ഇനി ഒന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാനൊരു പാത്രം ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി കുഴിവുള്ള നല്ലൊരു പാത്രം. അതിനകത്തോട്ട് നമുക്ക് ആദ്യത്തെ ഒരു ലെയർ ചിക്കൻ ഇടാം. തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ഇടാനായിട്ട്. ഓൾറെഡി പാത്രം ചൂടാണ്, ഞാനത് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് കൊറിയാണ്ടർ ലീഫും പുതിന ഇലയും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാളയും കൂടെ അതിനകത്തോട്ട് കുറച്ചിടാം. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തോട്ട് റൈസ് അതും ഒരു ലെയറിൽ നമുക്ക് അതിൻ്റെ പുറത്തോട്ട് ഇടണം. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീഫും പുതിന ഇലയും കുറച്ച്, പിന്നെ കുറച്ച് ഫ്രൈഡ് ഓനിയൻസ് അതും കൂടി ഇട്ട് ഇനി നമുക്ക് അതിൻ്റെ പുറത്തോട്ട് അടുത്ത ചിക്കൻ എല്ലായിടത്തും ഒന്ന് നല്ലപോലെ വരുന്ന രീതിയിൽ ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഒതുക്കി എടുക്കണം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബാക്കിയുള്ള മല്ലിയില പുതിനയില വറുത്ത് വെച്ചിരിക്കുന്ന ഒനിയൻ അതും കൂടി ഇടുക. പിന്നെ ഞാനിവിടെ കുറച്ച് കളറിന് നമ്മുടെ ബിരിയാണിക്ക് കുറച്ച് കളർ വേണം. ഞാൻ സാഫ്രൺ മിൽക്കൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ ബിരിയാണിയുടെ കളർ അതും പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണ്. ആ കളർ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്താണെങ്കിലും നമുക്ക് ഒഴിക്കാം ഒരു കളറിന് വേണ്ടിയിട്ട്. അത് ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മേളിലോട്ട് ഒഴിക്കുക. ഇനി ഇത് ദം ചെയ്യാൻ ഞാനിവിടെ ആട്ട വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അതല്ലാതെ നല്ലൊരു അടപ്പ് വെച്ചിട്ട് നല്ല ഭാരമുള്ള എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ആവി പുറത്ത് പോകാത്ത രീതിയിൽ നമുക്കിത് ദം ചെയ്തെടുക്കാം എളുപ്പത്തിൽ. ഇതിപ്പോൾ ഞാൻ ആട്ട ഇവിടെ കുറച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് എല്ലായിടത്തും നല്ലപോലെ സീൽ ചെയ്യണം, ആവി പുറത്ത് പോകാത്ത വിധത്തിൽ. ഇപ്പോൾ എല്ലായിടും ഞാൻ നല്ല അടച്ച് വെച്ചിട്ട് നമുക്കിനി ഒരു 10 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിലൊന്ന് ഇതൊന്ന് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക. പുറത്ത് ആട്ട നല്ല ഒരു കട്ടി പരുവാകുമ്പോൾ ഇത് ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നല്ല ആവി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് താഴെ നിന്നൊന്ന് മേളിലോട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി, എളുപ്പത്തിലുള്ള ദം ബിരിയാണി, ഒത്തിരി പ്രയാസമൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആട്ടയൊന്നും ഓട്ടിക്കാനായിട്ട് പറ്റില്ലെങ്കിൽ ഒരു നല്ലതായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലതായിട്ടൊരു ഭാരമുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി രീതിയിലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വേറൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.